ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത് എന്നുമാണ് നോക്കുന്നത്. എന്താണ് പാസ്റ്റ് ലൈഫ് നിങ്ങൾ ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, 3 പൈലായിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതായത് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആൻഡ് പൈൽ നമ്പർ 3. ഓക്കെ, ഇത് നിങ്ങൾ ഒന്ന് ബ്രീത്ത് എടുത്തുകൊണ്ട് കണ്ണടച്ച് ഒന്ന് ബ്രീത്ത് എടുത്ത് പിന്നെ കണ്ണ് തുറന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇൻഡ്യൂറ്റീവായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്ത് തോന്നുന്നത്, നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നുന്നത്, ആ ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പൈൽ നമ്പർ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 2 കാർഡുകൾ ഒരു 2 കാർഡിലേക്ക് അട്രാക്ഷൻ തോന്നിയേക്കാം. അങ്ങനെയാണ് 2 കാർഡുകളും റീഡിങ് കാണുക. കാരണം ചിലപ്പോൾ 2ൽ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടാകുമായിരിക്കും. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വളരെ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പോരാളിയായിരുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം മൈൻഡ് പവർ ഉണ്ടായിരുന്നു. ആ മൈൻഡ് പവർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിയെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടുള്ള പോരാളിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ വിജയിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴും ഒരു റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അതായത് സ്വന്തം ആ ഒരു ഇത് നിലനിർത്താൻ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും റെസിസ്റ്റൻസ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ആക്രമണങ്ങളെ ചുറ്റിൽ നിന്നും ഭയന്നുകൊണ്ടാണ് നിങ്ങൾ നിന്നിരുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഏത് സമയം ഒരു ആക്രമണം ഭയന്നുകൊണ്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു. വളരെയധികം റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് പ്രതിരോധിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വിജയമാണെങ്കിലും നിങ്ങൾ എപ്പോഴും ചുറ്റിലും നോക്കിക്കൊണ്ടായിരുന്നു നിങ്ങൾ നിന്നിരുന്നത്. ഓക്കെ, അടുത്തതായി ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് അതായത് എന്ത് അവസരം കിട്ടിയാലും നിങ്ങളിലേക്ക് പല അവസരങ്ങളും വരുന്നുണ്ടാവും. പക്ഷേ എങ്കിലും അത് ഇമോഷണലി ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലായിരിക്കാം. എന്തിലും അവസരം വരുമ്പോൾ നിങ്ങളതിനെ ആദ്യം റെസിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടാവുക. ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്, അതിനെ പ്രതിരോധിക്കാൻ. അതായത് നിങ്ങൾക്ക് ഒരു മുന്നോട്ടേക്ക് പോകാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നതായിട്ടും നിങ്ങളെ എല്ലാത്തിനെയും അതായത് ഒന്നിനെയും നിങ്ങൾ അതായത് അതിൻ്റെ ആ ഒരു സ്നേഹത്തോടെ കാണുന്നില്ല, നിങ്ങളതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനൊരു പ്രതിരോധം തീർക്കുന്നു. അതായത് നിങ്ങളിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ആക്സെപ്റ്റൻസിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളിൽ ഉണ്ടാവാനുള്ള ചാൻസാണ് ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾ ഇങ്ങോട്ടേക്ക് ക്യാരി ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് ലൈഫിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇപ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, കമാൻഡ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ആ ഒരു റെസിസ്റ്റൻസ് ഇല്ലാതാവുന്നതും നിങ്ങളിലേക്കുള്ള അവസരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഓക്കെ, അടുത്ത പൈൽ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് ആണ്. സെക്കൻഡ് പൈലാണ് കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വാൺസ് പറയുന്നത് നിങ്ങളുടെ പാഷനോടൊപ്പം പോയി നിങ്ങളൊരു കിങ് ആയിരുന്നു. ആ ഒരു പാഷനിൽ വിജയിച്ചൊരു വ്യക്തിയായിരുന്നു. ഒരു കിങ് ആയിട്ടാണ് നിങ്ങൾ കഴിഞ്ഞൊരു ജന്മത്തിലുണ്ടായിരുന്നത്. നിങ്ങളെ വളരെയധികം മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ശക്തിയുള്ള അല്ലെങ്കിൽ പവറുള്ള ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റ് ലൈഫിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിൽ നിന്നുള്ള ആക്രമണങ്ങളെ അല്ലെങ്കിൽ ഏത് സമയം ആക്രമണങ്ങൾ വരാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള
അവസ്ഥ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു ചുറ്റുപാടും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴും ഒരു നിരീക്ഷണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു എന്താണ് എപ്പോഴും ഉള്ളിൽ ആ ഒരു ഉൾഭയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു ആക്രമണം വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉൾഭയം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ധനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക്, അതായത് എപ്പോഴും ഒരു സ്ട്രഗിൾ തന്നെയാണ് ഉണ്ടാവുക. കാരണം നിങ്ങളും എപ്പോഴും സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു. ഓക്കെ, നിങ്ങളുടെ സ്ഥാനം നിലനിർത്താനായാലും എന്തിനായാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വർക്ക് തന്നെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും, അതായത് വർക്കിലേക്ക് തന്നെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. ഓവർ വർക്ക് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓൾവേസ് വർക്കിംഗ് ആണ്, വർക്ക്ഹോളിക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരു കിങ്ങിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും വളരെയധികം എല്ലാ കാര്യത്തിനും സ്ട്രഗ്ലിങ്ങും, അതുപോലെ തന്നെ ഓവറായിട്ട് നിങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുക എന്ന് പറയില്ലേ, അതുപോലെ എപ്പോഴും ഇങ്ങനെ വർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓവർ വർക്കിംഗ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ടാവാം എന്നാണ്. ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. ഏതു നേരവും നിങ്ങൾ ഇതിൻ്റെ വർക്കിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവിടെയും നിങ്ങൾ യൂണിവേഴ്സിനോട് കമാൻഡ് ചെയ്യുക, പഴയ ലൈഫിലുള്ള എനർജീസ് ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ വളരെയധികം നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എനർജി സ്വീകരിക്കുന്നില്ല, പഴയ എനർജി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നല്ല രീതിയിലുള്ള ലൈഫാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയുള്ള ഒരു എനർജിയും, അതുപോലെ തന്നെ നല്ല സമ്പാദ്യവും ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമാൻഡ് യൂണിവേഴ്സിനോട് നിങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പൈൽ നോക്കാം. മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് വാൺസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു പോരാളിയായിരുന്നിരിക്കണം, യുദ്ധത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം. കാരണം ചുറ്റിൽ നിന്നും എപ്പോഴും ആക്രമണങ്ങൾ വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. യുദ്ധത്തിൽ പോരാളിയായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾവേസ് പോരാട്ടം, അതായത് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവാം. അതായത് മറ്റുള്ളവരെ പേടിക്കുന്നതായിട്ടും ചുറ്റുമുള്ളവരെ ഭയക്കുന്നതായിട്ടും, നിങ്ങളുടെ ഇന്നറിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിട്ടും ചുറ്റുമുള്ളവരെ ഭയക്കുന്നതായിട്ടും, നിങ്ങളിലേക്ക് എന്തൊക്കെയോ ഒരു ആക്രമണം വരുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. ചുറ്റിൽ നിന്നും എപ്പോഴും ഒരു ആക്രമണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും, അതുപോലെ തന്നെ ചുറ്റുമുള്ളവർ അനാവശ്യമായിട്ട് നിങ്ങളോട് കലഹിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളതിൽ കാരണക്കാരല്ലെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ധനകാര്യത്തിൽ ഒരു ധനത്തിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് എനർജിയാണ് വരുന്നത്. കാരണം നിങ്ങൾ ചുറ്റും നിന്നുള്ള ആക്രമണങ്ങളെയും അല്ലെങ്കിൽ ചുറ്റിൽ നിന്നുണ്ടായ കോൺഫ്ലിക്ട്സുകളിൽ നിന്നും നിങ്ങൾ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഏത് കാര്യത്തിനായാലും ഒരു ബ്ലോക്കേജാണ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്ത് അവസരം വന്നു കഴിഞ്ഞാലും ധനത്തിൻ്റെ കാര്യത്തിലായാലും അല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ബ്ലോക്കേജ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആ ഒരു എനർജിയെ സ്വീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലൈഫിൽ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ എന്നിലേക്ക് വരുന്ന അവസരങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു, ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു, ആ ഒരു ബ്ലോക്കേജ് ഞാൻ നീക്കുകയാണ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിന് കമാൻഡ് കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. എങ്കിലാണ് നിങ്ങൾക്ക് ഉള്ള ആ ഒരു ബ്ലോക്കേജ് മാറാനും, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരാനും ഉള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത്.
ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിൽക്കേണ്ട അവസ്ഥയായിട്ട് വരുന്നത്. അത് മാറി നിങ്ങളിലേക്ക് പുതിയൊരു എനർജി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പഴയ എനർജിയെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എന്നുള്ള ആ ഒരു എനർജിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയൊരു എനർജിയിലേക്ക് നിങ്ങൾ വരണം. അതുപോലെ തന്നെ മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾ നേടണം എന്നാണ് പറയുന്നത്. മെൻ്റലി നിങ്ങൾ വളരെയധികം പവർഫുള്ളായിരിക്കണം. അതിനെ നിങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനും നിങ്ങൾ മുന്നോട്ടേക്കും വരാനും അതുപോലെ തന്നെ നല്ലൊരു സമ്പാദ്യശീലമൊക്കെ തുടങ്ങാനുമാണ് പറയുന്നത്. നിങ്ങളിൽ എന്ത് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് സമ്പാദ്യമായാലും ധനമായാലും എന്തായാലും അവസരങ്ങളായാലും വരുന്നു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് മാറി നിങ്ങൾ ഒരു സ്ഥിരത നേടണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആ ഒരു എനർജിയെ വിട്ടുകളയുന്നതായിട്ടും പുതിയ നല്ലൊരു എനർജിയെ സ്വീകരിക്കുന്നത്. പാസ്റ്റ് ലൈഫിലൊന്നും ഞാൻ ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നല്ല ധനത്തോടുകൂടിയും നല്ല അവസരങ്ങളോടുകൂടിയും നല്ല ബന്ധങ്ങളോടുകൂടിയും നല്ല സമ്പാദ്യത്തോടുകൂടിയും ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എനിക്കതാണ് വേണ്ടതെന്ന് യൂണിവേഴ്സിനോട് കമാൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ 3 പൈലിനുമുള്ള റീഡിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പൈലാണ് സെലക്ട് ചെയ്തത് എന്നും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. എങ്കിൽ മാത്രമാണ് എന്താണ് നിങ്ങളുടെ ഇതിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് മനസ്സിലാവുന്നതും. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യല്ലോ. ഒരു ലൈക്കൊക്കെ ഇട്ടിട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.